ഹായ് ഗൈസ്, ഞാൻ ആദ്യമേ സമ്മതിച്ചേക്കാം, ഈ തംബ്നെയിൽ ഒരു ക്ലിക്ക് ബൈറ്റ് ആണ്, ഒരു ഫേക്ക് ന്യൂസ് ആണ്. നാളെ അഥവാ ശനിയാഴ്ച നിങ്ങളെ സ്കൂളുകളിൽ സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആസ് യൂഷ്വൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സസ് ഉണ്ടെങ്കിൽ അത് ആസ് യൂഷ്വൽ മുന്നോട്ട് പോകും. പിന്നെ എന്തിനാണ് ഞാൻ മനഃപൂർവ്വം തെറിയേൽക്കാൻ സാധ്യത ഉണ്ടെന്ന് മുൻകൂട്ടി കണ്ടു തന്നെയാണ് ഞാൻ ചെയ്തത്. എന്തിനാണ് ഇങ്ങനെ ഒരു തംബ്നെയിൽ കൊടുത്തതെന്നും ഈ വീഡിയോയുടെ ഉള്ളടക്കം എന്താണെന്നും ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഈ ബോർഡിൽ കാണിച്ച ഏത് കാറ്റഗറി സ്റ്റുഡൻ്റ് ആണെന്ന് നിങ്ങൾ സ്വയം ഐഡന്റിഫൈ ചെയ്യുക. അതായത് ഒരു 80% to 100% സിലബസ് കവർ ചെയ്തിരിക്കുന്ന ഒരു പഠിപ്പിസ് കാറ്റഗറി ആണോ, അല്ലെങ്കിൽ ഒരു മിഡിൽ ലെവലിൽ നിൽക്കുന്ന ഒരു 30%-ൽ നിന്ന് ഒരു ഫുൾ A+ എത്തില്ലെങ്കിൽ പോലും ഒരു 80% ഇടയിലുള്ള കാറ്റഗറി ആണോ, അല്ലെങ്കിൽ ഒന്നുമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും മാത്രം കയ്യിലുള്ളവരാണോ എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നാളെ നിങ്ങളെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും നടക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ക്ലാസ്സസ് പെൻഡിങ് ഉണ്ടെങ്കിൽ ആ ചാപ്റ്റേഴ്സ് ഒരു റോക്കറ്റ് വേഗത്തിൽ തീർക്കുന്നതായിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി അതാ സംഭവിക്കുക. അതായത് എന്തെങ്കിലും ചാപ്റ്റർ പെൻഡിങ് ഉണ്ടെങ്കിൽ HMO പറഞ്ഞിട്ടുണ്ട്, പാഠം തീർക്കണം എക്സാമിന് മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ് ആയിരിക്കാം. ഇനി ട്യൂഷൻ ക്ലാസ് ആണെങ്കിലും മിക്കവാറും മോസ്റ്റ്ലി അത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ചില ട്യൂഷൻ ക്ലാസ്സിൽ നാളെ ഒരു റിവിഷൻ ക്ലാസ് ഒക്കെ ഉണ്ടായേക്കാം. ഇനി ഞാൻ ഈ വീഡിയോ എന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നാളെ ശനിയാഴ്ച ആ ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റും, ഓബിയസ്ലി പഠിക്കാൻ പറ്റും. നിങ്ങൾ എപ്പോഴാണ് പഠിക്കുക? ഞാൻ ചോദിക്കട്ടെ, നാളെ നിങ്ങൾക്ക് 24 മണിക്കൂറിൽ നിങ്ങളെ ഉറക്കവും ഭക്ഷണവും എല്ലാം മാറ്റിവെച്ച് ബാക്കി എത്ര സമയം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും? നിങ്ങൾ സ്കൂളിലോ ട്യൂഷനിലോ പോകുന്നത് നിങ്ങൾ സങ്കല്പിക്കുക. ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ സ്കൂളിലോ ട്യൂഷനിലോ ക്ലാസ്സസ് ഉണ്ടെങ്കിലും അവിടെ നിങ്ങൾക്ക് എത്ര മണിക്കൂർ പ്രൊഡക്റ്റീവായി പഠിക്കാൻ പറ്റും? എസ്പെഷ്യലി റോക്കറ്റ് വേഗത്തിലാണ് ക്ലാസ് എങ്കിൽ കാര്യമായിട്ട് പഠനമൊന്നും നാളെ നടക്കാൻ പോകുന്നില്ല. അത് ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ ട്യൂഷൻ സെന്റേഴ്സിനോ സ്കൂളൊന്നും കുറ്റപ്പെടുത്തുകയല്ല. സിറ്റുവേഷൻ അതാണ്, നിങ്ങൾക്ക് അറിയാം. പ്രത്യേകിച്ച് ബേസിക്സ് ഇല്ലെങ്കിൽ എസ്പെഷ്യലി ഒരു തേങ്ങയും മനസ്സിലാകാൻ പോകുന്നില്ല നാളത്തെ ക്ലാസ് കൊണ്ട് കേട്ടോ. അല്ലാതെ ബാക്കി ക്ലാസ്സിനൊന്നും കുറ്റപ്പെടുത്തുകയല്ലേ. നാളെ നിങ്ങൾക്ക് ഞങ്ങളൊരു വാക്ക് തരാം, ഒരു പ്രോമിസ് തരാം. നിങ്ങൾ 0-ലാണെങ്കിൽ പോലും, ഈ 0-ലാണെങ്കിൽ പോലും 100 ഞാൻ പറയുന്നില്ല, നാളെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ഈ 95% എത്തിച്ചേരട്ടെ. ഒരു സബ്ജക്റ്റിൽ, ഒറ്റ സബ്ജക്റ്റിൽ. +2കാർക്ക് ഞങ്ങൾ അത് ഓഫർ ചെയ്യുന്നത് മാത്സ് ആയിരിക്കും. +1 കുട്ടികൾക്ക് ഫിസിക്സ് ആയിരിക്കും. നിങ്ങളുടെ ഓണപരീക്ഷയുടെ മുഴുവൻ ടോപ്പിക്സും +2 കുട്ടികൾക്ക് മാത്സും +1 കുട്ടികൾക്ക് ഫിസിക്സും നാളെ രാവിലെ 9 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എപ്പോൾ തീരുന്നു ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല. നിങ്ങൾക്ക് ആദ്യമായിട്ട് ഈ ക്ലാസ് കിട്ടുന്ന രീതിയിലായിരിക്കും ഞങ്ങൾ ഇതെടുക്കുക. മുഴുവൻ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യും. ഇനി നല്ല രീതിയിലുള്ള നല്ല ലെവലുള്ള ചോദ്യങ്ങളും നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ഇത് ഒന്നുകൊണ്ട് നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല. അപ്പോൾ നാളെ നിങ്ങളെ സ്കൂളുകളിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിലെ ക്ലാസ് നല്ല രീതിക്ക് മനസ്സിലാവുന്നുണ്ട്, അടിപൊളി ടീച്ചറാണ്, കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, നിങ്ങൾ സ്കൂളിൽ പോയി കേട്ടോ. ട്യൂഷൻ ക്ലാസ്സിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ട്യൂഷൻ ക്ലാസ്സിലും പോയിക്കും. ഇനി ഇതിലൊന്നും ഓക്കെ അല്ലെങ്കിൽ, സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ, കാര്യമായി പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ നാളെ നിങ്ങൾ ലീവ് എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ നാളെ ധൈര്യമായി ലീവ് എടുത്തോ. പക്ഷെ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞുതരാം. രാവിലെ ലീവ് എടുത്തു കഴിഞ്ഞ് ഒരു 4, 5, 6 മണിക്കൂർ ഫോണിൽ തോണ്ടിയിരിക്കാനാണെങ്കിൽ നിങ്ങൾ ലീവ് എടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലീവ് എടുത്തിട്ട് ഒരു കാര്യമില്ല, ഒന്നും ഉണ്ടാവില്ല, അത് വേസ്റ്റാണ്. നിങ്ങൾ നാളെ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ രാവിലെ 9 മണി തൊട്ടിട്ട് ഈ ലൈവ് എപ്പം കഴിയുന്നോ ആ സമയം വരെ നിങ്ങൾ ഇരിക്കുകയാണ്. ഞാൻ പഠിക്കും എന്ന് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലീവ് എടുത്താൽ മതി. അല്ലാത്ത ഒരാൾ ഈ ലൈവിൽ വരണ്ട. ഓക്കെ. ഇനി നാളെ ക്ലാസ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, നേരെ കയറി വന്നോ. ഒരു പുതിയൊരു നോട്ട്ബുക്ക് വാങ്ങിയാലും നിങ്ങൾക്ക് നഷ്ടമില്ല. ഒരു വരയില്ലാത്ത ഒരു 200 പേജ് നോട്ട്ബുക്ക് ഒക്കെ വാങ്ങിക്കോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാളത്തോടു കൂടി ഏറ്റവും ബെസ്റ്റ് കിഡിലൻ നോട്ട്. മാത്സിലെ 5 ചാപ്റ്റേഴ്സ് +2-ല്, +1-ലാണെങ്കിൽ ഫിസിക്സിലെ ആദ്യത്തെ 3 ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ അതും ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ അതിന്റെ ലിങ്ക് ഒക്കെ താഴെ പിൻഡ് മെസ്സേജിൽ ഉണ്ടാവും. ഇനി നിങ്ങൾ ഏതായാലും ലീവ് ഒക്കെ എടുക്കുന്നതല്ലേ, ഒന്ന് ഫണ്ണാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റഡി ചാലഞ്ചും നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. സോ നാളെ ലൈവിന്റെ ഇടയിൽ നിങ്ങൾ നമ്മളുടെ ലൈവ് കണ്ട് പഠിക്കുന്നതും മറ്റുമായിട്ടുള്ള വെറൈറ്റി ഫോട്ടോസോ റീൽസോ വീഡിയോസോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണം ഒറ്റയ്ക്ക് പഠിക്കാം, ഫ്രണ്ട്സിന് കൂടെ പഠിക്കാം. നിങ്ങൾ ആ വീഡിയോ അല്ലെങ്കിൽ റീൽസ് ഞാൻ താഴെ പിൻഡ് മെസ്സേജ് നമ്പർ കൊടുക്കും, അല്ലെങ്കിൽ നാളെ ലൈവിന്റെ ഇടയിലൊക്കെ അത് കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ അയക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫുൾ മന്തി ഓഫർ ചെയ്യുന്നു. അപ്പൊ പഠിച്ചാൽ മന്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ട് കൊണ്ടുവരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ പഠിക്കും. ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ ഉള്ളവർ മാത്രം ലീവ് എടുക്കുക. അല്ലാത്തവർ സ്കൂളിൽ പോയി.